ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ റീൽസ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിലോട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്യാപ്ഷൻസ് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാം റീൽസിൽ നമുക്ക് എങ്ങനെ ക്യാപ്ഷൻസും കൂടി ആഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഇൻസ്റ്റാഗ്രാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ താഴെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ ഫോട്ടോ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈലിൽ എത്തുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് താഴെ ഒരു പ്ലസ് ബട്ടൺ കാണാൻ പറ്റും. അതുപോലെ തന്നെ മുകളിലും ഒരു പ്ലസ് ബട്ടൺ കാണാൻ പറ്റും. രണ്ടിൽ ഏതെങ്കിലും ഒന്നിൽ ക്ലിക്ക് ചെയ്യുക. ഒരു എക്സാമ്പിളിന് ഞാൻ ഈ ഒരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാണ്. അതിൽ ക്ലിക്ക് ചെയ്താൽ റീൽ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഗാലറിയിൽ എത്തുന്നതായിരിക്കും. ഗാലറിയിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് ഏതാണോ റീലായിട്ട് പോസ്റ്റ് ചെയ്യേണ്ടത് ആ ഒരു വീഡിയോ സെലക്ട് ചെയ്യുക. ഒരു എക്സാമ്പിളിന് ഞാൻ ഈ ഒരു വീഡിയോ സെലക്ട് ചെയ്യാണ്. ആ ഒരു വീഡിയോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇതിൽ സി എന്ന് എഴുതിയിട്ടുള്ള ഒരു ബട്ടൺ കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ട്രാൻസ്ക്രൈബിംഗ് ഓഡിയോ എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അതായത് ഓട്ടോമാറ്റിക്കായിട്ട് അതിലുള്ള ക്യാപ്ഷൻസും കാര്യങ്ങളൊക്കെ ജനറേറ്റ് ആവുന്നതായിരിക്കും. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഓട്ടോമാറ്റിക്കായിട്ട് അതിലുള്ള ഓഡിയോയുടെ കാര്യങ്ങൾ ഇംഗ്ലീഷിൽ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള ഫോണ്ട് ഇവിടുന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. ഒരു എക്സാമ്പിളിന് ഞാൻ ഈ ഒരു സ്റ്റൈൽ സെലക്ട് ചെയ്യാണ്. ഇനി ഇതിപ്പോൾ ഒരു ബോക്സിന്റെ ഉള്ളിലാണ് കിടക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു സ്റ്റൈൽ വേണ്ടാന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ആ ഒരു സ്റ്റൈൽ ചേഞ്ച് ആവുന്നതായിരിക്കും. അപ്പം ബോക്സ് വൈറ്റ് കളറിൽ, ബ്ലാക്ക് കളറിൽ, അതുപോലെ തന്നെ ബോക്സ് ഇല്ലാത്ത ഡിസൈൻ ഒക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ എക്സാമ്പിളിന് ഈ ഒരു സ്റ്റൈൽ സെലക്ട് ചെയ്യാണ്. ഇനി കളർ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ കളറിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. ഒരു എക്സാമ്പിളിന് ഞാൻ ഈ ഒരു കളർ സെറ്റ് ചെയ്യാണ്. അത് കഴിഞ്ഞാൽ ഡൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇവിടെ ഈ ഒരു ക്യാപ്ഷൻസും കാര്യങ്ങളൊക്കെ ആഡ് ആയിട്ടുണ്ട്. ഇനി ചിലപ്പം ഇതിൽ എന്തെങ്കിലുമൊക്കെ എഡിറ്റിംഗ് നിങ്ങൾക്ക് വേണ്ടി വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഇതിൽ ഡബിൾ ടാപ്പ് ചെയ്യുക. ഡബിൾ ടാപ്പ് ചെയ്യുമ്പം ഇതിലുള്ള എല്ലാ ടെക്സ്റ്റുകളും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പം ഇതിൽ എന്താണ് ചേഞ്ച് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പം എനിക്ക് ഈ ഒരു വീൽ എന്നുള്ളത് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്താൽ അത് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഡൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് മാത്രം അവിടെ ചേഞ്ച് ആയിട്ടുണ്ടാവും. എന്നിട്ട് ഡൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അപ്പം അത് മാത്രം ചേഞ്ച് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നേരത്തെ പോലെ തന്നെ ഡൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പം ഇവിടെ ഈ ഒരു ക്യാപ്ഷൻ മുകളിലാണ് കിടക്കുന്നത്. ഇപ്പം താഴത്തോട്ട് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് താഴത്തോട്ട് നിങ്ങളൊന്ന് നീക്കിയാൽ മതി. അത് താഴെ എത്തുന്നതായിരിക്കും. ഇനി ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡ്രാഗ് ടു ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും. അങ്ങോട്ട് കൊണ്ടുവന്നാൽ അത് ഡിലീറ്റ് ആയി പോകുന്നതായിരിക്കും. എന്തായാലും ഇഷ്ടമുള്ള സ്ഥലത്ത് ഇത് പ്ലേസ് ചെയ്യുക. ഇനി ഇതിൻ്റെ വലിപ്പം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് വലിപ്പം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. എന്തായാലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അത് സെറ്റ് ചെയ്തിട്ട് ഇഷ്ടമുള്ള സ്ഥലത്ത് വെക്കുക. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്യാപ്ഷൻ ആഡ് ചെയ്യാനുള്ള, അതുപോലെ തന്നെ #ഒക്കെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ആൾക്കാർ വേണമെന്നുണ്ടെങ്കിൽ ടാഗ് ചെയ്യാം, ലൊക്കേഷൻ ആഡ് ചെയ്യാം. അപ്പം ഓഡിയൻസിനൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. എന്തായാലും അതൊക്കെ കഴിഞ്ഞാൽ ഷെയർ ബട്ടൺ കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഷെയർ ആവുന്നതായിരിക്കും. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇൻസ്റ്റാഗ്രാം റീൽസിൽ ക്യാപ്ഷനും കൂടി ആഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.